പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിൽ കർത്താവ് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ സംഭാവനകൾ ഇടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് നാണയങ്ങൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഇടുന്നതും കണ്ടു. അവിടുന്ന് അവരോട് പറഞ്ഞു, ഈ വിധവ മറ്റെല്ലാവരെയും കാൾ അധികമായി സംഭാവന ചെയ്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം വചനത്തെക്കുറിച്ചുള്ള അറിവോ വിവരമോ നമുക്കില്ല എങ്കിലും നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന വചനം ദൈവരാജ്യ നിർമ്മിതിക്കായി ഒരുവനോടോ അല്ലെ 2 പേരോടോ അല്ലെ വീട്ടിലുള്ളവരോടോ നാം പറഞ്ഞാൽ മതിയാവും. അത് കർത്താവ് വലിയ സ്റ്റേജുകളിൽ സംസാരിക്കുന്ന വലിയ പ്രവാചകന്മാരെ പോലെയും വലിയ ദേവദാസന്മാരെ പോലെയും അതിന് ഉപരിയായി ഈ അറിവില്ലായ്മയിൽ നിന്നും നാം പഠിച്ച 2 വചനം നാം നമ്മുടെ സഹോദരനോട് സഹോദരിയോട് പറയുമ്പോൾ അത് പരിഗണിക്കുമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ വചനം നാം പഠിച്ചത് എന്താണ് നമ്മുടെ അറിവിലുള്ളത് അത് നമ്മുടെ എളിയ ദാസനായ നമ്മുടെ അയൽക്കാരനുമായി പങ്കുവയ്ക്കാൻ അവന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ നന്മ എന്തുമായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നമ്മുടെ അയൽക്കാരനുമായി നമ്മുടെ സഹോദരനുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി കർത്താവ് അവസരങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.